إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ചയും മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസമായ റമദാനിന്റെയും അവസാനത്തിലാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഉള്ളത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടു കൂടി റമദാനിനെ സ്വീകരിച്ച നാം ഓരോരുത്തരും ആ റമദാനിനെ അനുഷ്ഠിക്കേണ്ട വിധം അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ബഹുമാനിക്കേണ്ട വിധം ആ റമദാനിനെ ബഹുമാനിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആദരിക്കേണ്ട വിധം ആ റമദാനിനെ ആദരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സന്നിഗ്ധ ഘട്ടമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ കാതുകളിൽ എപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വാചകമുണ്ട്. ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അവരുടെ വിചാരണ അതിതായി അടുത്തെത്തി നിൽക്കുന്നു, സമീപത്തായിരിക്കുന്നു. പക്ഷേ എന്നിട്ടും അവർ അശ്രദ്ധയിലായിക്കൊണ്ട് പിന്തിരിഞ്ഞു കളയുകയാണ് എന്നാണ്. അതുകൊണ്ട് വിചാരണ നടത്തേണ്ട ഒരു സന്ദർഭമാണ് റമദാനിന്റെ അവസാനത്തിൽ വിശ്വാസികളായ നാം എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സ്വയം ഒരു ആത്മപരിശോധന നടത്താൻ വിശ്വാസികളായ നമ്മൾ ഈ സന്ദർഭത്തിൽ മുതിരണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സംവിധാനത്തിനരികിലെത്തിയിട്ട് ആ നേട്ടങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്നതിനെ എത്ര ഗൗരവത്തിലാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ദുനിയാവിന്റെ കാര്യത്തിൽ എന്ന നിലക്ക് നാം ചിന്തിക്കാറുള്ളത്. ഒരു മനുഷ്യൻ വളരെ സിമ്പിളായി ലളിതമായി ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ പോയി നല്ല ശമ്പളമുള്ള ഒരു ജോലിയൊക്കെ കിട്ടി. എന്നാൽ കേവല ദിവസങ്ങൾ മാത്രം ആ ജോലി ചെയ്തത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകുന്ന, തിരിച്ചു പോന്നാൽ എന്തായിരിക്കും അവരെ കുറിച്ച് നമുക്കുണ്ടാകുന്ന അഭിപ്രായം? എന്നാൽ ഇപ്രകാരം തന്നെയാണ് വിലപിടിപ്പുള്ള അമൂല്യമായ നിധിശേഖരമുള്ള ഒരു കെട്ടിടത്തിന്റെ കവാടത്തിലെത്തിയ ഒരാൾ അവിടെ പ്രവേശിക്കാതെ, അത് പരിഗണിക്കാതെ, അതിന്റെ വില മനസ്സിലാക്കാതെ തിരിച്ചു പോരുന്നതും വളരെ ഗൗരവപരമായ കാര്യമാണ് എന്നാണ്. കാരണം വലിയ ത്യാഗം സഹിച്ചാൽ മാത്രമേ
ആ കവാടത്തിലെത്താൻ, അതിന്റെ വാതിൽക്കലെത്താൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് എന്താ? അതല്ലാഹുവിന്റെ സുഖാനുഭൂതികളുടെ ഭവനമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ആ സ്വർഗ കവാടത്തിലേക്ക് എത്തണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധ റമളാനിന്റെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിലെ രാവും പകലുമില്ലാതെ അധ്വാനിച്ചവരാണ് നമ്മൾ. ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തിയവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ പഠിച്ചവരാണ് നമ്മൾ. ദിക്റുകൾ പാരായണം ചെയ്തവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. നമ്മുടെ പാപമോചനത്തിന് വേണ്ടി തേടിയവരാണ് നമ്മൾ. തിന്മകൾ വിട്ടു നിന്നവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് കണക്കും കയ്യും നോക്കാതെ റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ ദീർഘമായി രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവരാണ് നമ്മൾ. എന്തിനു വേണ്ടി? ആ സ്വർഗത്തിന് വേണ്ടി, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. ആ സ്വർഗ കവാടത്തിലേക്കുള്ള പാതയിൽ നിന്ന് തിരിഞ്ഞു നടക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായ കാര്യമാണ്, ഗുരുതരമായ അവസ്ഥയാണ്. ഏതാണ് ആ സ്വർഗം? ജന്നാത്തി അദ്നിൻ മുഫത്തഹത്തുൻ ലഹുൽ അബ്വാബ്. അവർക്ക് വേണ്ടി, അഥവാ സത്യവിശ്വാസികൾക്ക് വേണ്ടി കവാടങ്ങൾ തന്നെ തുറന്നു വച്ചിട്ടുള്ള സ്ഥിരതാമസത്തിന്റെ സ്വർഗത്തിന്റെ തോപ്പുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ സ്വർഗത്തോപ്പിന്റെ പ്രത്യേകത എന്താ? ഫിൽ ജന്നതി സമാനിയതി അബ്വാബ്. ആ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. 8 കവാടങ്ങളും തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. എപ്പോ? ഇദാ കാന അവ്വൽ ലൈലത്തി മിൻ റമളാൻ. റമളാനിന്റെ 1ാമത്തെ ദിനരാത്രി മുതൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അത് തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. വഫുതിഹത് അബ്വാബുൽ ജിനാൻ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഫലം യുഗ്ലഖ മിൻഹാ ബാബുൻ. സ്വർഗത്തിന്റെ ഒരു കവാടവും റമളാൻ 1 മുതൽ അടക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ വിശ്വാസികളായ നമുക്ക് പ്രതീക്ഷ നൽകി ആ സ്വർഗത്തിന്റെ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ആ കവാടത്തിലൂടെ അതിലേക്ക് പ്രവേശിക്കുക? ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് ആരാണെത്തുക? ചില ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്ന്, തഖ്വയുള്ളവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അതുപോലെ തന്നെ സംശുദ്ധരായ ആളുകളാണ്, നന്നായ മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യന്മാരാണ്. അവർക്കാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ അവസാന ഭാഗത്ത് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീന എന്ന് അല്ലാഹു പറഞ്ഞു. വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളെ ആനയിക്കപ്പെടും, അവരെ തെളിച്ചു കൊണ്ടുപോകപ്പെടും. ആരെയാണ്? ഇത്തഖൂ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ. തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട്, തഖ്വയിൽ ഊന്നിക്കൊണ്ട് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചവരെ എവിടേക്ക്? സ്വർഗത്തിലേക്ക്. സുമറ, കൂട്ടം കൂട്ടമായി ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിന്റെ കവാടത്തിൽ അവർ എത്തിയപ്പോൾ ഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങൾ, അതിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. വഖാല ലഹും ഖസനതുഹാ, ആ കവാടങ്ങളിൽ നിൽക്കുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. തിബ്തും, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നന്നാക്കിയവരാണ്. അതുകൊണ്ട് ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതന്മാരായി കൊണ്ട് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവീനെന്ന് ആ മലക്കുകൾ അവരോട് പറയുമെന്നാണ്. ആർക്ക്? അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ. ഇനിയോ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തോപ്പുകളിൽ പ്രവേശിക്കുന്ന ആളുകൾ
അള്ളാഹുവിന്റെ മാർഗത്തിൽ സൽക്രമങ്ങൾ ചെയ്യുകയും നന്നായി ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സന്താനങ്ങൾ, അവരുടെ ഇടകളൊക്കെ, എന്നിട്ട് എല്ലാ കവാടങ്ങളുടെയും മലക്കുകളുടെ ആനയിക്കാൻ വേണ്ടി, അവരെ സ്വീകരിക്കാൻ വേണ്ടി അവരുടേക്ക് വരികയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട്? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച ആളുകൾ, ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ ആളുകൾ, റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ത്യാഗങ്ങളും ക്ഷമയും ഉണ്ടായ ആളുകൾ, അവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് തന്നെയല്ല റമദാനിൽ നമ്മൾ നേടേണ്ടത്. തഖ്വയും വിശുദ്ധിയും ക്ഷമയും നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാസത്തിന്റെ അവസാനത്തിലേക്ക്, ഈ മാസത്തിലൂടെ അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ അള്ളാഹ് നമ്മോട് പറഞ്ഞ കാര്യം ഒന്ന്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ വേണ്ടിയാണ്. രണ്ടാമത്, നിങ്ങളുടെ പാപം പൊറുക്കാൻ, മൻ സ്വമ റമളാൻ ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ. മൂന്നാമത്, റമളാൻ മാസമാകുന്ന ക്ഷമയുടെ മാസത്തിൽ നീ നോമ്പനുഷ്ഠിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഇത് ക്ഷമയുടെ മാസമായിരുന്നു, ഇത് പാപമോചനത്തിന്റെ മാസമായിരുന്നു, ഇത് തഖ്വയുടെ മാസമായിരുന്നു. ഇത് മൂന്നും നേടിയെടുക്കുന്നതിലൂടെയാണ് ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് മരണം വരെ ഇവ നിലനിർത്താനായാൽ ലഭിക്കാനുള്ളത് മഹാസൗഭാഗ്യമായ സ്വർഗമാണ്. ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇവ നിലനിർത്തുകയും അതുപോലെ തന്നെ ഇവ നിലനിർത്തുവാനും സ്വർഗവാതിൽ നിന്ന് തിരിച്ചു പോരാതിരിക്കുവാനും റമദാനിൽ നാം ശീലമാക്കിയ എല്ലാ നന്മകളും നിലനിർത്തുകയും മാറ്റിവെച്ച എല്ലാ ദുശീലങ്ങളെയും മാറ്റിവെച്ച് നാം വിശുദ്ധരും തഖ്വയുള്ളവരും സൂക്ഷ്മത പാലിക്കുന്നവരുമായി കൊണ്ട് വിശ്വാസികളായ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലനിർത്തി പോരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഈ തഖ്വയും അതുപോലെ തന്നെ ക്ഷമയും, ഇതൊക്കെ നിലനിർത്തി പോരാൻ ചില കാര്യങ്ങൾ. ഒന്ന്, ജമാഅത്ത് നമസ്കാരം, അത് വീഴ്ച വരുത്താതിരിക്കുക. റമദാനിന് അതിന് പ്രത്യേക ഒരു ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. റമദാനിലെ ജമാഅത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ, നിർബന്ധ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ നമസ്കരിക്കാൻ എത്രത്തോളം നമ്മൾ താല്പര്യം കാണിച്ചിരുന്നു. ഇത് നമ്മോടുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിസ്കരിക്കണം, അതിന്റെ സമയത്ത് ജമാഅത്തായി നിർബന്ധമായി നിസ്കരിക്കണം. അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു പോലും ജമാഅത്ത് നിന്ന് വിട്ടു നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവ് കഴിവ് നൽകിയിട്ടില്ല. ജമാഅത്തിന് വരാത്ത ആളുകളുടെ വീടുകൾ വിറക് ശേഖരിച്ചുകൊണ്ട് ആ വിറക് കൊണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അവരെ കത്തിച്ചു കളയാൻ, കരിച്ചു കളയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദ്ദേശിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഈ തഖ്വയും ഈ ക്ഷമയും ഒക്കെ നിലനിർത്താൻ, ഒന്ന്, നമ്മുടെ നമസ്കാരങ്ങളെ ജമാഅത്തായി നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അത് നിലനിർത്തുക. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തു. എത്ര പത്തുകളാണ് ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ തീർത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യാൻ. അതുകൊണ്ട് ആ ബന്ധം അതിന് നമ്മൾ നിലനിർത്തണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ, അങ്ങനെയുള്ള ഖുർആൻ ക്ലാസുകളിൽ ഖുർആൻ പഠിക്കാൻ, അത് കേൾക്കാൻ പങ്കെടുക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മൂന്നാമത്, നന്മ ലഭിക്കാനുള്ള അല്ലെങ്കിൽ നന്മ കേൾക്കാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് ദർസുകളാകട്ടെ, ഇസ്ലാമിക പ്രഭാഷണങ്ങളാകട്ടെ, ഇസ്ലാമികമായ കാര്യങ്ങളാകട്ടെ, അത് കേൾക്കാൻ നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സുന്ദരമായ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ദിനേനയെന്നോണം ദീനിന്റെ കാര്യങ്ങൾ കേൾക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളത്. നാലാമത്തെ,
സുന്നത്ത് നോമ്പ് ശീലമാക്കുക. റമദാനോട് കൂടി നോമ്പ് അവസാനിക്കുന്നില്ലല്ലോ. ഈ റമദാനിന് ശേഷം വരാനുള്ള ശവ്വാലിലെ 6 നോമ്പ്, അതുപോലെ തന്നെ മുഹറം 9, 10 നോമ്പ്, അറഫ ദിവസത്തിലുള്ള നോമ്പ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പ്, അതുപോലെ തന്നെ അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, ഇതൊക്കെ ശീലമാക്കാൻ, അതല്ലെങ്കിൽ അതൊക്കെ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാത്രി നമസ്കാരം, അല്ലെ, രാത്രി നമസ്കാരം തറാവീഹുകൾ നമ്മൾ മുടക്കിയിട്ടില്ല. പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ച ആളുകളാണ് നമ്മൾ. അത് സംഘടിതമായി നമസ്കരിക്കുക റമദാനിൽ മാത്രമാണ്. എന്നാൽ ആ നമസ്കാരം അതോടുകൂടി അവസാനിച്ചോ? ഒരിക്കലുമില്ല. എല്ലാ രാത്രിയും ആ നമസ്കാരമുണ്ട്, എല്ലാ ദിവസവും അതുണ്ട്. കഴിവിന്റെ പരമാവധി ഒരു 3 റക്അത്താണ് കഴിയാമെങ്കിൽ അതെങ്കിലും പതിവാക്കാൻ, അതെങ്കിലും നിലനിർത്താൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളെയും നമ്മുടെ കൂട്ടുകെട്ടുകളെയും ഒക്കെ നല്ല കൂട്ടുകെട്ടുകളും നല്ല സൗഹൃദങ്ങളുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഈ തഖ്വയും ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യണം. അത് സത്യസന്ധന്മാരായ തൗഹീദുള്ള സലഫിയത്തുള്ള സലഫി ആദർശം സ്വീകരിച്ചുള്ള അത്തരത്തിലുള്ള ആളുകളോട് സൗഹൃദം പങ്കിടുകയും അവരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാൻ നിലനിർത്താൻ, നമ്മുടെ തഖ്വയെ നിലനിർത്താൻ, നമ്മുടെ സൂക്ഷ്മതയെ നിലനിർത്താൻ അത് കാരണമാകുമെന്നാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും പരിഗണിക്കാതെ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ആളുകൾ, അതിൽ നിന്ന് തിരിച്ചു പോരുന്ന ആളുകളുണ്ട്. കാരണം എന്താ? ആരാണ് ആ തിരിഞ്ഞു നടക്കുന്ന ആളുകൾ? യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിനുള്ള അതിരുകവിയിൽ നടത്തുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾ. മറ്റൊന്ന്, ഐഹികമായ ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകുന്നവരാണ് ആ സ്വർഗ കവാടത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്നവർ. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതും ഒരു ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫഅമ്മാമൻ തഖാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ വഅമ്മാമൻ തഖാ, ആരതിക്രമം പ്രവർത്തിച്ചുവോ, വആസറൽ ഹയാത്തദ് ദുനിയ, ഈ ഐഹിക ജീവിതത്തിന് ദുനിയാവിന് അതിന് കൊടുക്കേണ്ട വലിയ കളതർഹിക്കുന്നതിനേക്കാൾ അതിന് പ്രാധാന്യം നൽകുകയും അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അവരുടെ സങ്കേതം അത് നരകമായിരിക്കുമെന്നാണ്. അതാണ് സ്വർഗത്തിൽ നിന്ന് തിരഞ്ഞു നടക്കുന്ന ആളുകൾ പിന്നെ അവർ എത്തിപ്പെടുന്നത് നരകത്തിലേക്കായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെടാൻ പാടില്ല. അപ്പൊ തിരിഞ്ഞു നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാവരുത്, ഈ സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിലാവരുത്. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ ആലോചിക്കുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ്. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അടുത്ത റമദാൻ വിട്ടും അടുത്ത റമദാനിലും ആകാം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, അതൊരു മിഥ്യാധാരണയാണ്. കാരണം എന്താ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, നമ്മോട് വേർപിരിയുന്നവരുടെ പ്രായം അത് നോക്കിയാൽ മതി. ചെറിയ കുട്ടികൾ മരിക്കുന്നു, പ്രായമില്ലാത്ത ആളുകൾ, ആരോഗ്യദുർബലാത്തന്മാരായ ആളുകൾ. ഇത് സുപ്രഭാതത്തിൽ കേൾക്കുകയാണ്, മരിച്ചു, അറ്റാക്കായിരുന്നു, കുഴഞ്ഞു വീണതാണ്. ഏത് സമയത്താണ് വരിക? അതുകൊണ്ട് സമയമില്ലേ എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കിട്ടിയ സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, പാപമോചനത്തിനുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് തിന്മകളിൽ സഞ്ചരിക്കുന്ന ആളുകൾ. ഏതായാലും അള്ളാഹ് പൊറുക്കുമല്ലോ, അള്ളാഹിനോട് തൗബ ചെയ്ത് അള്ളാഹ് പൊറുക്കുമല്ലോ, അതുകൊണ്ട് അള്ളാഹ് പൊറുക്കുന്നവൻ. അതിലിങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് ആ തിന്മയിലൂടെ തന്നെ സഞ്ചരിക്കുക. റബ്ബ് പൊറുക്കുന്നവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാൻ, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഗഫാറാൻ, അങ്ങേയറ്റം അവൻ പൊറുക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പൊറുക്കുന്നവനാണ് എന്നുള്ളത് തെറ്റ് ചെയ്യാനുള്ള ഔദാര്യമായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ്.
കാരണം എന്ത്? ധിക്കരിക്കാൻ പാപമോചനം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റബ്ബിനെ ധിക്കരിക്കാൻ വേണ്ടി പാപമോചനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ജീവിതത്തിൽ അറിയാതെ വരുന്ന തെറ്റുകൾ, അബദ്ധത്തിൽ വരുന്ന തെറ്റുകൾ, അതിന് പൊറുക്കൽ തേടാനാണ് പാപമോചനം പഠിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ അല്ലാഹ് പറഞ്ഞതാണ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. യഗ്ഫിറു ലിമൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. ഇത് 5 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് ആ നന്മയിൽ നിന്ന് തിരിച്ചു നടക്കുന്നവർ? ആ നന്മയിൽ നിന്ന് തിരിഞ്ഞു നടക്കാതെ, അതിൽ നിന്ന് തിരിച്ചു പോരാതെ ആ സ്വർഗ കവാടത്തിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ പ്രതീക്ഷിക്കുന്നവരാരാണ്? ഒന്ന്, തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവർ, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ഓർമ്മയുള്ളവർ, അതിനെ പേടിക്കുന്നവർ, തന്നിഷ്ടങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുന്നവർ. തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന പേടിയുള്ളവൻ, ഭയപ്പെടുന്നവൻ, തന്റെ നഫ്സിനെ ദേഹേച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നവൻ, തീർച്ചയായും അവന്റെ സങ്കേതം അത് സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്മയിൽ നിന്ന് തിരിച്ചു പോരാതിരിക്കാൻ, സ്വർഗത്തിന്റെ കവാടത്തിലേക്കുള്ള മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു പോരാതിരിക്കാൻ, പിന്നോട്ട് വലിയാതിരിക്കാൻ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, ആ തുടർന്നു വരുന്ന നന്മകൾ ഇനിയും തുടർത്തണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, മനസ്സിലാക്കിയതുപോലെ ഈ നന്മകൾ നമുക്ക് തുടർത്താൻ കഴിയണം എന്നുള്ളത്. രണ്ടാമത്തത്, അള്ളാഹുവിലും പരലോകത്തിലും അടിയുറച്ച വിശ്വാസം ഉണ്ടാകണമെന്നത്. റബ്ബിൽ അടിയുറച്ച വിശ്വാസം, പരലോകമുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം, മരണം സത്യമാണ് എന്ന ബോധ്യം, ഏത് സമയത്തും മലക്കുൽ മൗത്ത് തന്നിലേക്ക് വരാനുണ്ട് എന്ന ബോധം, ആ മരണത്തിന് ശേഷം ഖബറുണ്ട്, ആ മരണത്തിന് ശേഷം മഹ്ശറയുണ്ട്, ആ മഹ്ശറയിൽ വിചാരണയുണ്ട്, ഒന്നില്ലെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, ഇങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ആ സ്വർഗ കവാടത്തിലേക്ക് നടന്നതിൽ നിന്ന് ഒരിക്കലും തന്നെ പിറകോട്ട് പോരാൻ, തിരിഞ്ഞു നടക്കാൻ ഒരു വിശ്വാസിക്കും തന്നെ സാധ്യമാകുകയില്ല എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ മഹാഗുണങ്ങളും അതിന്റെ നന്മകളും അതിന്റെ അനുഭൂതികളും മനസ്സിലാക്കുകയും നരകത്തിന്റെ ഭീകരതയും നരകത്തിലെ ശിക്ഷകളും അതിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്നുള്ളത്. സ്വർഗ കവാടത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്നവർ, തിരിച്ചു പോരുന്നവർ, അവർ പോകുന്നത് നരക കവാടത്തിലേക്കാണ് എന്ന ഓർമ്മ അവർക്കുണ്ടാകേണ്ടതുണ്ട്. സ്വർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ തിരിച്ചു പോകേണ്ടത് നരകത്തിലേക്കാണ് നടക്കുന്നത് എന്ന ബോധം അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ശൈത്താനിനെ റമദാനിൽ അല്ലാഹു ബന്ധിച്ചിരുന്നു, അല്ലെ? റമദാൻ മാസം 1 മുതൽ അല്ലാഹു പറഞ്ഞ സ്വർഗ കവാടങ്ങൾ തുറക്കും, നരക കവാടങ്ങൾ അടക്കും, ശൈത്താനുകളെ ചങ്ങലകളിൽ ബന്ധിക്കുമെന്നാണ്. എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി ശൈത്താനിനെ അല്ലാഹു അഴിച്ചുവിടും, അല്ലെ? ശൈത്താനിനെ അല്ലാഹു അഴിച്ചുവിടുമ്പോ ആ ശൈത്താൻ നന്മയിൽ നിന്ന് തടയാൻ, സൽക്കർമ്മങ്ങളിൽ നിന്ന് തടയാൻ ആ ശൈത്താൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവൻ നമ്മുടെ ശത്രുവാൻ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ശൈത്താൻ നന്മയിൽ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അതുപോലെ തന്നെ വീഴ്ച വരുത്തിയവർ, അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വീഴ്ച വരുത്തിയവർ ഖേദിക്കേണ്ടി വരുമെന്നുള്ള ഒരു ബോധം വിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടതുണ്ട്. റമദാനാണ്, റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു, പല രൂപത്തിലും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരുന്ന ഒരു രംഗമുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ഈ ചൈതന്യവും ഈ തഖ്വയും ഒക്കെ മരണം വരെ നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد. സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും.
ഒന്നോ രണ്ടോ നോമ്പുകൾ കൂടിയാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഈ സമയത്ത് റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്ത് കൂടിയുണ്ട്. അഥവാ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമായ ഒരു ദാനമാണ് സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താ? മുറിക്കാൻ. നമ്മൾ നോമ്പ് തുറക്കലുണ്ടല്ലോ. അപ്പൊ നോമ്പ് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന, അത് അവസാനിപ്പിക്കുമ്പോൾ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു ദാനം, അതാണ് സക്കാത്തുൽ ഫിത്ർ എന്നാണ്. അതൊരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ നിർവഹിക്കേണ്ട ദാനമാണ്. ഇത് വ്യക്തിഗത സക്കാത്താണ്. സമ്പത്തിന്റെ അളവോ തോതോ നോക്കിയിട്ടല്ല ഇത് കൊടുക്കേണ്ടത്. ഓരോ വ്യക്തികൾക്കുമാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത്. വ്യക്തിഗത സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളതാണ്. കുടുംബനാഥൻ, കുടുംബത്തിലെ കുടുംബനാഥൻ താൻ ചിലവിന് കൊടുക്കാൻ നിർബന്ധമായ തന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരിൽ ഇത് നൽകണം. കുടുംബനാഥനാണ് കുടുംബത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. എന്തിനാണിത്? പാവപ്പെട്ടവർക്ക് പെരുന്നാളിന്റെ സുദിനത്തിൽ, ഈദുൽ ഫിത്റിന്റെ സുദിനത്തിൽ അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ദാനമാണ് സക്കാത്തുൽ ഫിത്ർ. ആ ദിവസം ആരും പട്ടിണിയാവാൻ ഇടവരരുത് എന്ന ഒരു ഉദ്ദേശം ഫിത്ർ സക്കാത്തിലൂടെ നിറവേറ്റപ്പെടുന്നു എന്നതാണ്. എന്തിനാണ് ഇത് നൽകുന്നത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന്റെ പക്കൽ നിന്ന് വന്നിട്ട്, നമ്മളൊക്കെ നോമ്പുകാരാണ്, അതുകൊണ്ട് നോമ്പുകാരന്റെ പക്കൽ അറിയാതെ വന്നു പോകുന്ന പിഴവുകൾക്കുള്ള ഒരു പ്രായശ്ചിത്തമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. തുഹ്റതൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫത്ത് എന്നാണ്. നോമ്പുകാരനെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ, അവനിൽ വന്നുപോയ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ നോമ്പുകാരനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തുഹ്റതൻ ലിസ്വാഇം, നോമ്പുകാരന്റെ ശുദ്ധീകരണത്തിനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. രണ്ടാമത് വതുഅമതൻ ലിൽ മസാകീൻ, അഗതികൾ, പാവങ്ങൾ, അവർക്കുള്ള ഭക്ഷണമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് വലിയ സമ്പന്നരായ ആളുകൾക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം എന്ന് ധരിച്ചു വെച്ച ആളുകളുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല. മറിച്ച് ഓരോരുത്തരും കൊടുക്കണം. സക്കാത്തിന്റെ പരിധി നോക്കിയിട്ടല്ല ഇത് നൽകേണ്ടത്. പിന്നെന്താണ്? പെരുന്നാളിന്റെ ദിവസത്തിൽ അന്നത്തെ ചിലവ് കഴിച്ച് മിച്ചം വരുന്ന ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും ഇത് നൽകണം എന്നുള്ളതാണ്. അതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യമായ ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്രയാണ് കൊടുക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫറദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തംറിൻ വസ്വാഅൻ മിൻ ശഈരിൻ ഔ സ്വാഅൻ മിൻ സബീബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. സ്വാഅൻ മിൻ തംറിൽ നിന്നുള്ള ഒരു സ്വാഅ്, അതുപോലെ തന്നെ വസ്വാഅൻ മിൻ ശഈർ, ബാർലിയിൽ നിന്നുള്ള ഒരു സ്വാഅ്, മുന്തിരിയിൽ നിന്നുള്ള ഒരു സ്വാദ്. അന്ന് അവരുടെ മുഖ്യ ഭക്ഷണം ഈത്തപ്പഴം, ബാർലി, മുന്തിരി ഒക്കെയാണ്. അതുകൊണ്ട് അതിൽ നിന്നാണ് അവർ കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്വാദ് കൊടുക്കണമെന്ന്. സ്വാദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു അളവാണത് സ്വാദ് എന്ന് പറയുന്നത്. അഥവാ 4 മുദ്ദ് കൂടിയതാണ് ഒരു സ്വാദ്. വലിയ ആളുമല്ല, എന്ന ചെറിയ കുട്ടിയാണ്. ഒരു മധ്യമ നിലപാടിലുള്ള ഒരാൾ, അയാളുടെ 2 കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു വാരുന്ന ഒരു വാരൽ, ഇതിനാണ് ഒരു മുദ്ദ് എന്ന് പറയാം. ഇങ്ങനത്തെ 4 വാരലാണ് ഒരു സ്വാദ്. ഇത് കിലോഗ്രാമിലേക്ക്, മിസ്കാല് വെച്ചുകൊണ്ട് കിലോഗ്രാമിലേക്ക് തൂക്കിയ പണ്ഡിതന്മാർ 7ഓളം അഭിപ്രായങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, 2 കിലോ 100 ഗ്രാം, ഏറ്റവും ചുരുങ്ങിയത് അവിടുന്ന് തുടങ്ങാം. 2 കിലോ 100 ഗ്രാം അവിടുന്ന് തുടങ്ങി 2,300, അതുപോലെ തന്നെ 2,450, 2,510, 2,600, 2,800, ഇങ്ങനെയൊക്കെ കിലോഗ്രാം. അതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതൊരു അളവാണ്. സ്വാദറിന് ഒരു അളവാണ്. ഈ പാത്രത്തിന് ഒരു അളവ് പാത്രമാണ്. ഈ പാത്രത്തിലുള്ള ധാന്യത്തിന്റെ വെയിറ്റ് അനുസരിച്ചാണ് അളവ് വ്യത്യാസപ്പെടുക. ഈ ധാന്യത്തിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ 2-3 അരിയുണ്ട് അല്ലെ,
നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കുറുവ അല്ലെങ്കിൽ അദീബ് എന്നൊക്കെ ഉണ്ട്. നേരെ കുറച്ച് പൊന്നിയരി ഉണ്ട്. ഈ രണ്ടരിയും തൂക്കിയാൽ എന്താ വ്യത്യാസം വരും? പൊന്നി കനം കുറവാണ്, മറ്റേ കുറുവ കനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഈ കിലോഗ്രാമിന്. അതുകൊണ്ട് തന്നെ ശരിയായ സനദനുസരിച്ച് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന സനദനുസരിച്ചുകൊണ്ട് ശൈഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സ്വാഹിന്റെ പാത്രം അനുസരിച്ച് പറഞ്ഞത് 2/100 അതിന്റെ കണക്ക് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ നിലയ്ക്ക് 2/100 മുതൽ 3 കിലോത്തിന്റെ ഉള്ളിൽ എത്രയും നമുക്ക് നൽകാം. പക്ഷേ സൂക്ഷ്മത, ഒരു ഇഹ്തിയാത്ത് കുറയണ്ട, കുറച്ച് കൂടിയാലും കുഴപ്പമില്ലല്ലോ, കാരണം നിർബന്ധ ദാനാണല്ലോ. അതുകൊണ്ട് ഏറ്റവും ഒരു 2.75-3 കിലോ എന്ത് ചെയ്യാ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് സൂക്ഷ്മതയ്ക്ക് നല്ലത്. 2/100 മുതൽ 2 തരം കണക്കില്ല. നാട്ടിലൊക്കെ 2 കിലോ അതല്ല, 2/100 ഏറ്റവും ചുരുങ്ങിയ അതിന്റെ അളവ്. 2/100 മുതൽ 2.500, 600, 800 എന്ന്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കിലോ അല്ലെങ്കിൽ 2.25 കിലോ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ് അതിന്റെ ഇത്. ഇതെപ്പോഴാണ് നൽകേണ്ടത്? നമസ്കാരത്തിന് മുമ്പ് നൽകണം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബി സകാത്തുൽ ഫിത്രി ഖബ്ല ഖുറൂജി الناس ഇല സ്വലാ. നമസ്കാരത്തിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സകാത്തുൽ ഫിത്ർ കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ അത് സകാത്തുൽ മഖ്ബൂല, സ്വീകരിക്കപ്പെടുന്ന സകാത്താവും. അതല്ല നിസ്കാരം കഴിഞ്ഞ് കൊടുത്താലോ സ്വദഖത്തു മിൻ സ്വദഖ, ഒരു സ്വദഖ മാത്രമായി മാറുന്ന അവൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. എന്നാൽ ഒരു ദിവസം 2 ദിവസം മുമ്പ് കൊടുക്കാം. റമദാനിന്റെ 28-ന് കൊടുക്കാം, 29-ന് കൊടുക്കാം, 30-നാണെങ്കിൽ 30-ന് കൊടുക്കാം. അപ്പൊ 2 ദിവസം മുമ്പ് കൊടുക്കാം. സ്വഹാബത്ത് അങ്ങനെ കൊടുത്തിരുന്നു. കാനൂ യുഅതൂനഹാ ഖബ്ല അൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈനി. ബുഖാരിയുടെ സ്വഹീഹ് ഉദ്ധരിച്ചതാ. സ്വഹാബത്ത് ഒരു ദിവസം മുമ്പ് അതല്ലെങ്കിൽ 2 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് 28, 29 ബാക്കിയുണ്ടല്ലോ. ഈ 2 ദിവസം മുമ്പ് അവർ കൊടുത്തിരുന്നു. നമുക്ക് നേരത്തെ കൊടുക്കാം. ഒരു ദിവസമോ 2 ദിവസം മുമ്പോ, പെരുന്നാളുടെ അന്ന് കാത്തിക്കണ്ട, രാവിലെ കൊണ്ട കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ അവിടെ കൊടുക്കാം. അവിടെ നേരത്തെ എങ്ങനെ നൽകണം? അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അർഹരായ ആളുകൾ പൊട്ടയും വട്ടിയും ഒക്കെയായി സഞ്ചിക്കായി തന്റെ വീട്ടുപണിക്കൽ യാചിക്കുവാൻ വന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ആർക്കാണ് കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഏത് അൽ ഫുഖറാ വൽ മസാകീൻ, ദരിദ്രന്മാർക്കും അഗതികൾക്കുമാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സക്കാത്തിന്റെ അവകാശികളായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ അവർക്കാണ് അത് കൊടുക്കേണ്ടത് എന്നാണ്. പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും കൊടുത്താൽ പോരാ, തൗഹീദുള്ളവർക്ക് കൊടുക്കണം, മുവഹ്ഹിദുകൾക്ക് കൊടുക്കണം. ശിർക്കിന്റെ അഹ്ലുകാർക്ക്, മുശ്രിക്കുകൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഇത് സക്കാത്തുൽ ഫിത്റാണ്, നിർബന്ധമായ ദാനാണ്. ആ ദാനം വീടണമെങ്കിൽ മുസ്ലിമായ മുവഹ്ഹിദായ തൗഹീദുള്ള ഒരാൾക്ക് കൊടുത്താലേ ആ സക്കാത്തായി വിടുകയുള്ളൂ. ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന അഹ്ലുകാർക്ക് അത് കൊടുത്താൽ അത് സക്കാത്തായി വിടുകയില്ല. അതുകൊണ്ട് കൊടുക്കുന്നത് ആർക്കാണ് എന്ന് നമ്മൾ നോക്കണം. അതിന് അവകാശികൾ ആരാണെന്ന് നോക്കണം. തൗഹീദുള്ളവർക്ക്, മുവഹ്ഹിദുകൾക്ക് അത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആര് കൊടുക്കണം? അവനാൻ കൊടുക്കുക. സ്വന്തമായി കുടുംബനാഥൻ തന്റെ കുടുംബത്തിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കുക. നമ്മുടെ ഫിത്ർ സക്കാത്ത് നമ്മളാണ് കൊടുക്കേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത്. സ്വന്തമായി അത് കൊടുക്കുക. ഇനി സ്വന്തമായ ഒരാൾക്ക് അത് കണ്ടെത്തി ആളുകളെ കണ്ടെത്തി കൊടുക്കാൻ കഴിയില്ലേ എങ്കിൽ മാത്രം അതിന്റെ സംവിധാനങ്ങളെ, കമ്മിറ്റികളെ, മഹല്ലുകളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫിത്ർ സക്കാത്ത് നമുക്കറിയാം. ഇന്ന ആളുകളൊക്കെ ദരിദ്രന്മാണ്, മിസ്കീനുകളാണ് എങ്കിൽ നമ്മുടെ കണക്ക് നോക്കി, തൂക്കം നോക്കി അവരുടെ വീടുകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതെത്തി അർഹരായ ആളുകളെ കണ്ടെത്താനോ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ അർഹരായ ആളുകൾ ഇല്ലെങ്കിലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളെ ഏൽപ്പിക്കാം, മഹല്ല് കമ്മിറ്റികളെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ സക്കാത്ത് ശേഖരിക്കുന്ന ആളുകളൊക്കെ ഏൽപ്പിക്കാം. അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. കാരണം അവനാ കൊടുക്കാൻ പറയുന്ന റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മിമ്മൻ തഊലുനാണ്, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിന് ആരാ സക്കാത്തിന് അർഹൻ എന്ന് ആദ്യം നമ്മൾ നോക്കുക. എന്നിട്ട് അവർ അർഹരാണെങ്കിൽ അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. കുടുംബത്തിനാണ് ആദ്യം സക്കാത്ത് കൊടുക്കേണ്ടത്, അതിന് അവകാശികളായ ആളുകളുണ്ടെങ്കിൽ. എന്നിട്ട് അവിടുന്ന് അത് തുടങ്ങണം. എന്ത്? 2 കാര്യം, സക്കാത്ത് കൂടി 2 കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് ചെയ്യാം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനി ആർക്കെങ്കിലും അത് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മെ ഏൽപ്പിക്കാം. ഒരാൾക്ക് നമ്മൾ അതിന്റെ ചിലവടക്കം നിശ്ചയിച്ചിട്ടുള്ളത് 125 രൂപയാണ്. നാളെ അസ്റിന് മുമ്പ്
അസ്റിന് മുമ്പ് നമ്മെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അഥവാ മഹല്ലിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അർഹരായ ആളുകളിലേക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇനി വരാനുള്ളത് പെരുന്നാളാണ് അല്ലെ. പെരുന്നാളിന്റെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ ഒരുപാട് കേട്ടത്. ഏറ്റവും പ്രബലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരുന്നാളിന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു വരിക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. കാരണം നോമ്പായിരുന്നു. അവിടെ പെരുന്നാൾ നമസ്കാരം നമ്മൾ നമ്മുടെ പള്ളിയുടെ മുന്നിൽ തന്നെയാണ് ഈദ്ഗാഹ് ഉണ്ടാകാറുള്ളത്. നമ്മൾ സമയം നിശ്ചയിച്ചിട്ടുള്ളത് 7:15. 7:15 തന്നെ വീട്ടിൽ നിന്ന് ഒന്നു ചെയ്ത് മുസല്ലയുമായി നമ്മൾ എന്ത് ചെയ്യണം? ഈദ്ഗാഹുകളിലേക്ക് എത്തണം, മൈതാനിയിലേക്ക് എത്തണം. സമയത്ത് തന്നെ കാര്യം കാത്തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിനാ നേരത്തെ പറയുന്നത്. നേരത്തെ 7:15 ആകുമ്പോഴേക്ക് കിട്ടുക. വെയിൽ ചൂടാകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരവും ഖുത്ബയൊക്കെ കഴിഞ്ഞ് അവസാനിക്കേണ്ടതുണ്ട്. അവസാനമായ ഒരു കാര്യം, റമദാനാണ്, വെള്ളിയാഴ്ച. ഇന്നത്തെ ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് അല്ലെ. സ്വതക്ക ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലില്ലുൽ മുഅ്മിനി യൗമൽ ഖിയാമ സ്വദഖത്തുഹു. ഒരു വിശ്വാസിക്ക് ഖിയാമത്ത് നാളിൽ അവന്റെ തണല്, അവന്റെ നിഴല് എന്ന് പറയുന്നത് സ്വദഖത്തുഹു, അവന്റെ ദാനധർമ്മമാണ് എന്നാണ്, അവന്റെ സ്വതക്കയാണ് എന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ച സഹോദരങ്ങളെ, ഈ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മസ്ജിദിന്, നമ്മുടെ പള്ളിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, ഇമാമുമാർക്ക് ശമ്പളം കൊടുക്കണം, റമദാനിൽ നിന്ന് ആളുകൾക്ക് ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ മൈൻ്റനൻസുമായി ബന്ധപ്പെട്ട കറണ്ട് ബില്ലും അങ്ങനെയൊക്കെ ഒരുപാട് അധിക ബാധ്യത, സാമ്പത്തിക ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇന്നത്തെ ദിവസത്തിൽ, ഒന്ന് വെള്ളിയാഴ്ചയാണ് സ്വതക്ക കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ റമദാൻ സ്വതക്കകളുടെ ഏറ്റവും കൊടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് വെള്ളിയും റമദാനും ഒരുമിച്ച് വന്ന ഈ ദിവസം നിങ്ങളുടെ കണക്ക് നോക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഭവനത്തിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നാം ഈ റമദാനിൽ അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകൾ, രാത്രി നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റു സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന അനുഗ്രഹീതന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായ ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകമായി നമ്മുടെ ഈ മഹല്ലിലെ ഒരു മെമ്പർ, ആ മെമ്പറുടെ മകൻ ഹോസ്പിറ്റലിലെ ICUവിലാണ്, പെരിന്തൽമണ്ണ. ആ കുട്ടിയുടെ രോഗം അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ആ മോന്റെ രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ അല്ലാഹു അവർക്ക് സഹായം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഫലസ്തീനികളായ മുസ്ലിമീങ്ങൾ അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ നമ്മൾ നേടിയെടുത്ത തഖ്വയും തസ്കിയത്തും ജീവിതാവസാനം വരെ നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين. اللهم دمر اعداءنا واعداء المسلمين. اللهم انجز المسلمين المستضعفين في فلسطين وانصرهم. اللهم انجز المسلمين المستضعفين في فلسطين وانصرهم. اللهم انجز المسلمين المستضعفين في فلسطين وانصرهم يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وقيامنا انك انت السميع العليم. ربنا اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. آمين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين.